സർക്കാരിന്റെ സഞ്ചാർ സാഥി ആപ്പ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ബിഗ് ബ്രദറിന് എല്ലാം നിരീക്ഷിക്കാനുള്ള നീക്കമാണിത്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇതിപ്പം നമ്മുടെ എല്ലാം ടെലിഫോണുകളിൽ സഞ്ചാർ സാഥി പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏറ്റവും അപകടകരമായൊരു തീരുമാനം ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. ബേസിക്കലി സ്വകാര്യതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാഥി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത്. ഇപ്പോൾ പുറമേ കാണിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ്, അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്, അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനുമുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തോഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തോഫീഖ്, ഈ സഞ്ചാർ സാഥി ആപ്പ് ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്? എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? പെഗാസസിന് പിന്നാലെ ആളുകളുടെ, പ്രത്യേകിച്ച് ജഡ്ജിമാരുടെയും അതോടൊപ്പം തന്നെ എംപിമാരുടെയും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ എല്ലാം വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ മറ്റൊരു ആപ്പുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ബിഗ് ബ്രദറുകൾക്ക് ഈ ആളുകളുടെ സ്വകാര്യതയെ കവർന്നെടുക്കാനുള്ള ഒരു ഉപകരണമായി ഈ ആപ്പുകളെ മാറ്റുന്നു എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ ആരോപിച്ചിരിക്കുന്നത്. ഈ വിഷയം സഭയിൽ ഉൾപ്പെടെ അറിയിക്കുമെന്ന് കൂടി, അല്ലെങ്കിൽ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് കൂടി ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പും സമാനമായ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. സ്വകാര്യതയിലേക്കുള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നിരന്തരമായി ചെയ്യുന്നത്. ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കും. ആരോടും ചർച്ച ചെയ്യാതെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് പല വിഷയങ്ങളിലും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്നത്. പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള സർക്കാരിന്റെ പുതിയ ഒരു തന്ത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സഭയിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നേക്കാം. അതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടിയും നിർണായകമായിരിക്കും. ശരി, തോഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.